ഉള്ള യോഗ്യതയെങ്കിലും എനിക്കുണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. ഇങ്ങനത്തെ വിശുദ്ധാത്മാക്കളുടെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം മഹാനായ ഖത്താബത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇത്രമേൽ ദീനിന് സേവനം ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം കിട്ടിയ ഒരാളില്ലല്ലോ. റസൂലുള്ളാഹി സ്വഹാബത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു വലിയ മഹാനാണ്, പക്ഷേ കുറഞ്ഞ കാലാണ് ഭരിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ് ആകെ ഫതഹാവുന്നത്. ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഖത്താബ് തങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും മൂപ്പര് അന്ത്യാഭിലാഷനായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലിന്റെ ചുവട്ടിൽ ഒരു ഖബർ എന്നായിരുന്നു ശംസുൽ മാതാമൊക്കെ കാണിച്ചു തന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇത്രയേറെ ദീനിന് സേവനം ചെയ്ത എല്ലാ മഹത്വങ്ങളും ഒരുമിച്ച് കൂടിയ എല്ലാ ഫന്നിലും ബഹറും അങ്ങനെയുള്ള ഒരു അത്ഭുത മനുഷ്യനായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അന്ത്യാഭിലാഷം വരക്കൽ തങ്ങന്മാരുടെ കാലിന് ചുവട്ടിൽ ഒരു ഖബർ താരതമ്യം ചെയ്ത് പഠിക്കുന്നത്. ഇതാണ് എന്താണോ ചെയ്തത് ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യ ദീനുണ്ട് ഇവിടെ. ആ ദീനിനെ നശിപ്പിക്കാൻ സംഘടിതമായി 1920കളിൽ ഇവിടെ ഐക്യസംഘവും മറ്റൊക്കെ വന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതിനെ വിട്ടുകൊടുത്തുകൂടാ. അതുവരെ ആ ആലിമിനെ സ്വീകരിച്ച് എല്ലാവരും പോകുന്നു. പക്ഷെ ഇപ്പൊ സംഘടിതമായാണ് അവർ രംഗത്ത് വന്നത്. അതിനെ സംഘടിതമായി ചെറുക്കേണ്ടതുണ്ട് എന്ന വളരെ ഒരു ക്രോസ് വേയിൽ നിൽക്കുന്ന സമയത്ത് വളരെ കൃത്യമായി അത്യന്താപേക്ഷിതമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മഹാന്മാരായ സാദാത്യങ്ങളും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടി അതിനെ സംബന്ധിച്ച് പലവട്ടം ആലോചിച്ചു. അവർ ഇസ്തിഖാറത്ത് ചെയ്തു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ അവരുടെ മശായിഖന്മാരോട് ഇസ്തിഗ്ദാൻ ചെയ്തു. അങ്ങനെ അവരുടെ സമ്മതം കിട്ടിയതിന് ശേഷം സ്ഥാപിതമായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കോട്ട മതിൽ, അതിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അന്ന് രൂപീകരിച്ചു. അതിന്റെ സേവനം കൃത്യമായി ഇവിടെ നിർവഹിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. മുൻകാലത്തെ പണ്ഡിതന്മാർ സഹിച്ചതുപോലെ തന്നെ ഇവരും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ സഹിച്ചു. ഒരുപാട് ദുരാരോപണങ്ങൾ അന്നും ഇന്നും ഉണ്ടായി. എന്നും ഉണ്ടാവാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാകുന്ന SNECയുടെ നേതൃത്വത്തിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. ഞാൻ ഇതിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം അത് ദീനിലുള്ള ഖിദ്മത്താണ്. അല്ലാഹു അനുഗ്രഹിച്ച് ദുബൈയിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവനായിരുന്നു ഞാൻ. അത് ഒഴിവാക്കിയിട്ടാണ് ഈ പഠിക്കുന്നത്. ദീനിനും ഇൽമിനും ഖിദ്മത്തെടുക്കാൻ അല്ലാഹു തന്ന ഭാഗ്യമാണ്. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചു അഹമ്മദാജുണ്ടല്ലോ, ഇവിടെ സ്ഥാപനം നടക്കുന്നത് എത്ര മനോഹരമായാണ് നടക്കുന്നത്. അങ്ങനെ 50ലധികം സ്ഥാപനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഊതിക്കെടുത്താൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തപ്പോൾ 1700 ചില വിദ്യാർത്ഥിനികൾ SNECയിൽ അഡ്മിഷൻ എടുത്തു എന്നതാണ് ചരിത്രം. അതിന്റെ ചൈത്രയാത്ര 3 വർഷം കൊണ്ട് തുടരുകയാണ്. അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി അത് തുടരുകയുമാണ്. അപ്പൊ ഇതിനെ എങ്ങനെ ഊതിക്കെടുത്തണം? അതിന് എന്റെ പേരിൽ കുറെ ആരോപണം പറയും. ഇപ്പൊ പുതിയ ആരോപണമാണ്. അതിലൊരു ആരോപണം എന്താ? ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്, അതിനുള്ള ചെലവ് മുഴുവനും ബോർഡാണ് കൊടുക്കുന്നത്. പൊന്നാര മക്കളെ വടക്കേക്കാട് പറഞ്ഞാൽ എന്റെ വീട് കാണും. ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത്. എനിക്ക് കോഴിക്കോട് വന്ന് താമസിക്കാൻ ഒരു ആവശ്യമില്ല. പിന്നെ ഞാൻ താമസിക്കാറുണ്ട്. ചിലപ്പോ പണി കഴിഞ്ഞിട്ട് SNEC എന്ന് പറഞ്ഞാൽ 50ലധികം സ്ഥാപനങ്ങളുള്ള 12 സ്ട്രീമുകളുള്ള വലിയ സംവിധാനമാണ്. 100ഓളം കിതാബുകൾ ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറ് ചെയ്തു. ഇതൊക്കെ പ്രൂഫ് നോക്കുക തുടങ്ങിയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ചിലപ്പോ വൈകുന്നേരമായപ്പോ പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവിടെ കിടന്നു. എവിടെ എടുക്കണമെന്നറിയോ? എന്റെ സ്റ്റാഫ്, എന്റെ ഓഫീസിലെ സ്റ്റാഫും ഈ ലേണിംഗിന്റെ സ്റ്റാഫും അവർക്കൊക്കെ താമസിക്കാൻ അവിടെ ക്യാബിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സുപ്രഭാതത്തിന് മുകളിൽ SNEC ഓഫീസിന് മുകളിൽ എന്തിനാണ് ഇങ്ങനെ അനാവശ്യം പറയുന്നത്? SNEC തുടങ്ങിയിട്ട് ഈ 2.5 വർഷത്തിനിടയിൽ ഒരു 300ലധികം അല്ലെങ്കിൽ 400ഓളം കണക്കൊന്നും എനിക്കറിയില്ല യോഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കും. ഒരൊറ്റ യോഗത്തിനും ഒരു ടിയെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഞാൻ വാങ്ങിയിട്ടില്ല. എന്റെ ആവശ്യമില്ല. അല്ലാഹു അനുഗ്രഹിച്ചിട്ട് അൽഹംദുലില്ലാഹ് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു നമുക്ക് വിജയികൾ കൊടുത്തു. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു, ഇവിടെ നടക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം.
ജീവിതത്തിൽ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പ്രകാശത്തെ കെടുത്തിക്കളയാമെന്നൊന്നും ആരും വിചാരിക്കരുത്. ഞങ്ങൾക്കറിയാം നമ്മൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടുവന്നവർ തന്നെയാണ്. പക്ഷെ ഒന്നുണ്ട്, മുത്തഖീകൾക്കായിരിക്കും അന്തിമ വിജയം. തൽക്കാലം ചില തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെ നടന്നേക്കാം, ചിലരൊക്കെ തെറ്റിദ്ധരിച്ചേക്കാം. അന്തിമ വിജയം ഈ മുത്തഖീകൾക്ക് മാത്രമായിരിക്കും എന്ന കാര്യം എല്ലാവരും ഓർത്താൽ മതി. അതുകൊണ്ട് അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം. ഞാൻ എന്റെ പ്രിയപ്പെട്ട നേതാക്കളോട്, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നേതാക്കളാണല്ലോ, നിങ്ങളോട് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലുകൾ വരുമ്പോൾ അതിൽ വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇന്നും ഇന്നലെയൊക്കെ ആയി നടക്കുന്ന ചില വിഷയങ്ങളുടെ ഒരു ഉദാഹരണം, ഒന്നോ രണ്ടോ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. അല്ലാതെ അതുകൊണ്ട് നമുക്ക് ഒരു പേടി ഉണ്ടായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ മഹത്തായ പ്രസ്ഥാനങ്ങളുടെ നിലനിൽക്കുന്നത് പല വിഷയങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനങ്ങൾ എടുത്തു. വളരെ ആലോചിച്ച് ചിന്തിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ ഇതിന് നമ്മൾ പറയേണ്ടത് പറയാതിരുന്നാൽ റബ്ബിന്റെ മുന്നിൽ കുറ്റക്കാരാകുമോ എന്നാലോചിച്ച് മാത്രമേ ഇന്ന് വരെ തീരുമാനമെടുത്തിട്ടുള്ളൂ. പിന്നെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. നടപ്പിലാക്കാൻ ഞങ്ങളെ പണിയില്ല, പണിയില്ല. അത് സമുദായത്തിന്റെ പണിയാണ്. പറയേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞു. റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, നമ്മുടെ കയ്യിൽ ഹാദിമ്യങ്ങളാണ്, അവര് കുറ്റവിമുക്തരായി. ഇനി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പ്രയാസങ്ങളോ? അതിങ്ങനെ അതിൽ ആയുധമെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. വടിയെടുത്ത് നടപ്പിലാക്കാനൊന്നും സമസ്തക്ക് ഉത്തരവാദിത്തമല്ല. അത് മനസ്സിലാക്കി നടപ്പിലാക്കലുകളുടെ നേതാക്കളുടെ, മഹൽ ഭാരവാഹികളുടെ, സമുദായത്തിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ അതിനുവേണ്ടി സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതിനൊരിക്കലും സമസ്യ ഉണ്ടാവുകയില്ല. പരമാവധി നമ്മൾ കുറെ കേട്ടാലും നമ്മൾ കുറെ സഹിച്ചാലും ഭൂമിയോളം സഹിച്ച് സമുദായത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കണമെന്നാണ് സമസ്തയുടെ പ്രഖ്യാപിത നയം. അതുകൊണ്ട് പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് തകർന്നു പോകുന്നത്. ആ ഒരൊറ്റ കാര്യമേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും തന്നെ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ അതിന്റെ മുശാവറ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് മാത്രം അന്തിമമായി എടുക്കേണ്ടി വരുമ്പോൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് റബ്ബ് സാക്ഷിയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഒരിക്കലും തന്നെ ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനില്ല. നമ്മുടെ ഉത്തരവാദിത്വം അത് നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയും അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും പറയാതെ ഇങ്ങനെ ഇരുന്ന എല്ലാവർക്കും ഇഷ്ടാവും. പക്ഷെ അതല്ല പണ്ഡിത ദൗത്യം. എന്നും പണ്ഡിത ദൗത്യം അരുതാത്തത് അരുതെന്ന് പറയല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയോ, മാ ബിത്തു ലൈലതൻ ഇല്ലാ വഖദ് റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഹാ. ഒരൊറ്റ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടല്ലാതെ എന്ന് പറഞ്ഞ മഹാനാണ് ആലിമുൽ മദീന, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മൂപ്പർ അങ്ങാടിയിലൂടെ നടത്തി അടിച്ചിട്ടില്ലേ? അവരല്ലേ നമ്മുടെ പൂർവികർ. എന്താ കാരണം? അവിടുത്തെ ഭരണാധികാരി, അവിടുത്തെ അമീർ, അവിടുത്തെ ഗവർണർ, അയാൾക്ക് ഒരു പെണ്ണിട്ടണം. ആ പെണ്ണിന് ഭർത്താവുണ്ട്. ഭർത്താവിനെ കൊണ്ട് നിർബന്ധിച്ച് തലാഖ് ചെല്ലിപ്പിച്ചു. ഇമാം മാലിക് ഫത്വ കൊടുത്തു, മുക്റഹിന്റെ തലാഖ് സംഭവിക്കുകയില്ല. നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് തലാഖ് ചെല്ലിപ്പിച്ചാൽ ആ തലാഖ് സംഭവിക്കുകയില്ല. രാജാവ് പറഞ്ഞത് തിരുത്താൻ പറഞ്ഞു. തിരുത്തില്ല, ദീനാണ്. തിരുത്തിയ നല്ല കൊട്ടാരത്തിന് നല്ല സ്ഥാനം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതല്ല, അത് ദീനാണ്. അപ്പൊ നിങ്ങൾ അടിക്കുന്നു, അടിച്ചോളൂ എന്ന് പറഞ്ഞു. ജയിലടക്കുന്ന എന്താ വേണ്ടം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവസാനം മഹാനവറുകളെ അങ്ങാടിയിലൂടെ ചുറ്റി നടന്നുകൊണ്ട് ചാട്ട കൊണ്ടടിച്ചു എന്നാണ്. മൂപ്പരെ കൊണ്ട് എന്നെ വിളിച്ച് പറയിപ്പിക്കുക. മൻ അറഫനി ഫഖദ് അറഫനി. ഞാൻ നിങ്ങൾക്ക് അറിയാലോ. അറിയാത്തവരോട് ഞാൻ പറയട്ടെ, ഞാൻ മാലിക് ഇബ്നു അനസ് ആണ്, അനസിന്റെ മോൻ മാലിക്കാണ്. ഞാൻ ഇന്നെങ്ങനെ ഒരു ഫത്വ കൊടുക്കാത്തത് കൊണ്ടാണ് എന്നെ അടിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങാടിയിലൂടെ ചുറ്റി വലിച്ച് കൈപ്പട പറഞ്ഞു എന്നാണ്, ബോധരഹിതനായി പോയി എന്നാണ്. ഇങ്ങനെ ഒരുപാട് പാരമ്പര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ രാജാവിന് അത് ഇഷ്ടമുണ്ടാവുകയോ ഉണ്ടായിരുന്നല്ലോ, നല്ല സ്ഥാനം കിട്ടും. പ്രിയമുള്ള സഹോദരന്മാരെ, അരുതാത്തത് അരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും പണ്ഡിതന്മാരെ കണ്ടുകൂടാതെയാവുന്നത്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അത്ര മാത്രമേ ഇവിടെ വിഷയമുള്ളൂ. അത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്ന് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏത് വിധത്തിലാ
കച്ചവടക്കാരൻ വന്നാലും ഏത് കള്ളത്തരീക്ഷത്തുകാരൻ വന്നാലും ചിലപ്പോൾ അതിന്റെ മുന്നിലൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പറയേണ്ടത് പറഞ്ഞു. പിന്നീട് കാലം തെളിയിച്ചു അത് പറയേണ്ടതായിരുന്നു. ഇനിയും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ പ്രസ്ഥാനം 100 വർഷം നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു. നമ്മുടെ വൈജ്ഞാനിക രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തി. അറബിക് കോളേജുകളും മദ്രസകളും യൂണിവേഴ്സിറ്റികളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി അതോടൊപ്പം ഈ ഉമ്മത്തിനെ കൃത്യമായി കാലോചിതമായി അവസരോചിതമായി ഇടപെടേണ്ടിടത്തൊക്കെ ഇടപെട്ടുകൊണ്ട്, കോടതിയിൽ പോകേണ്ടിടത്ത് കോടതിയിൽ പോയിക്കൊണ്ട് എല്ലാ നിലക്കും ഇടപെട്ടുകൊണ്ട് ഈ ഉമ്മത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ 100 വർഷത്തെ സുഹൃത്തങ്ങളെ ആഘോഷിക്കുന്ന സമ്മേളനമാണ് അടുത്ത ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു ഭാഗ്യമാണ് അതിന്റെ ഭാഗമാകാൻ നമുക്ക് അവസരമുണ്ടായി. അത് നമ്മുടെ ഭാഗ്യമാണ്. അത് നമ്മളില്ലെങ്കിൽ അത് നടക്കും. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ഭാഗമായി അൽഹംദുലില്ലാഹ് അത് പൂർത്തീകരിക്കണം. നമുക്ക് തൗഫീഖ് ചെയ്യണം. അപ്പൊ അതിന്റെ വിജയം നമ്മുടെ തഹിയ്യ ഫണ്ട് പ്രഖ്യാപിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇന്ന് അത് 3 കോടി കവിഞ്ഞു. അൽഹംദുലില്ലാഹ് അത് വളരെ ഭംഗിയായി പോകും. ഇൻഷാ അല്ലാഹ് അടുത്ത 2-ാം തീയതി UAE നമ്മുടെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടന സമ്മേളനം അവിടെ വെച്ച് നടത്തുന്നു. അതോടുകൂടെ എല്ലാ വിഷയങ്ങളിലും വലിയ ചലനമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. UAE-യിലൊക്കെ ഞാൻ ഇപ്പോഴത്തെ UAE-യിൽ പോയി 6 ദിവസം നിന്ന് വന്നതാണ്. അവിടെയുള്ള പ്രവർത്തകരൊക്കെ വളരെ സജീവമായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അത്ഭുതകരമായ സന്തോഷകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് സാമ്പത്തികമായി വലിയ ചെലവുകളുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ അടുത്ത 100 വർഷത്തേക്കുള്ള പല പദ്ധതികളും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെയൊക്കെ വേണ്ടി അതിനൊക്കെ ഒരു മുൻകരുതലായിട്ടുള്ള ഒരു സംഖ്യ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായി, അതിന്റെ പ്രബോധകരായി, അതിന്റെ പ്രവർത്തകരായി ആ മഹത്തായ പ്രസ്ഥാനം അതിന്റെ പതാകയുടെ അന്തസ്സോടെ ഉയർന്നു നിൽക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിനെ അതിന്റെ തനതായ രൂപത്തിൽ സ്വീകരിച്ച് ഉൾക്കൊണ്ട് അതിന്റെ പ്രചാരകരും പ്രബോധകരും സേവകരുമായി ജീവിച്ച് ആ മഹാന്മാരുടെ മഹയ്യത്തിനായി മരിച്ച് അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് പല സംഗതികളും ഇവിടെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇവിടെ റഷീദ് ഫൈസി ഉണ്ടായിക്കൊണ്ടുണ്ട്. നമ്മുടെ SLECയുടെ സ്ഥാപനം ഇവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്. 2 ബാച്ചായി ഇവിടെ ദാറുൽ ഹുദയുടെ ബ്രാഞ്ച് നടക്കുന്നുണ്ട്. മറ്റു സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അതൊക്കെ നല്ല നടക്കാൻ നിങ്ങളൊക്കെ സഹായിക്കണം, സഹകരിക്കണം. റഷീദ് ഫൈസി അത് വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ നേതൃത്വം വന്നതിന് ശേഷം ഒന്നുകൂടെ ഉഷാറായി നടക്കുന്നുണ്ട്. അതിൽ നമ്മളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അത് ഒക്കെ നിങ്ങളും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.